കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. മൂന്നാർ കല്ലാർ 60-ാം മൈലിന് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. നിർമ്മാണത്തിലിരുന്ന സംരക്ഷണ ഭിത്തിയും മണ്ണുമാണ് ഇടിഞ്ഞു പോയത്. നിലവിൽ ഗതാഗത തടസ്സമില്ല. നിർമ്മാണത്തിലെ പിഴവാണ് ഭിത്തി ഇടിയാൻ കാരണമെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഈ ശക്തമായ മഴയ്ക്കിടയിലാണ് ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ മണ്ണിടിച്ചിൽ എത്രത്തോളം ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്? സംരക്ഷണ ഭിത്തി എത്രത്തോളം ഇടിഞ്ഞിട്ടുണ്ട്? സ്മൃതി, അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ തുടർക്കഥയാവുകയാണ്. ഇന്നലെ മാത്രം നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള നിരവധി ഇടങ്ങളിലാണ് ഈ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ച സ്ഥലത്ത് ഇന്നലെ വീണ്ടും മണ്ണിടിഞ്ഞിരുന്നു. അതുകൂടാതെ അടിമാലിയിലടക്കം നിരവധി ഇടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവുകയും കടകളിലടക്കം വെള്ളം കയറുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് മൂന്നാർ കല്ലാറിന് സമീപം 60-ാം മൈലിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. റോഡിന്റെ സംരക്ഷണ ഭിത്തിയും മണ്ണും അടക്കം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. പക്ഷേ റോഡിന് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയോ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമോ നിലവിലുണ്ടായിട്ടില്ല. പക്ഷേ മഴ വരും മണിക്കൂറുകളിൽ തുടരുകയാണെങ്കിൽ ഇപ്പോൾ ഇടിഞ്ഞ ഭാഗം ബാക്കിയും കൂടി ഇടിഞ്ഞ് താഴേക്ക് പതിക്കാൻ തന്നെയാണ് സാധ്യത. ഇതിൽ ആളുകൾ പറയുന്ന അനുസരിച്ച് നിർമ്മാണത്തിൽ അപാകതയാണ്. കാരണം ഈ കോൺക്രീറ്റ് വാളുകൾ വലിയ ഉയരത്തിലാണ് കെട്ടുന്നത്. അപ്പോൾ ഈ ബേസ്മെന്റിൽ ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ഇടാത്തതാണ് ഈ മണ്ണിടിച്ചിലിന് കാരണമാകുന്നത് എന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത്. കൃത്യമായി ബേസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഇടിഞ്ഞ് താഴേക്ക് പോകില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ബേസ്മെന്റ് ഉണ്ടാക്കിയ ശേഷം ഈ സംരക്ഷണ ഭിത്തി കെട്ടിയ ശേഷം കുറെ മണ്ണും ഇട്ടിട്ടുണ്ട്. ആ മണ്ണും സംരക്ഷണ ഭിത്തിയും അടക്കമാണ് താഴേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത്. കൃഷിനാശവും ആ ഭൂമിയിൽ കുറേയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും NHA അധികൃതർ ഇപ്പോൾ അവിടെ എത്തി ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒരു വരി ട്രാഫിക് ഈ പ്രദേശത്ത് ഏർപ്പെടുത്താനാണ് അവരുടെ തീരുമാനം. വരും മണിക്കൂറുകളിൽ ഈ മഴ തുടരുകയാണെങ്കിൽ ബാക്കി ഭാഗം കൂടി ഇടിയാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, മൂന്നാറിലേക്ക് നിരവധി വിനോദസഞ്ചാരികൾ ഓരോ മണിക്കൂറുകളിലും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാത കൂടിയാണ് ഈ കല്ലാർ ഉൾപ്പെടുന്ന മൂന്നാറിലേക്കുള്ള ദേശീയപാത. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടാവസ്ഥ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം വരുന്നുണ്ടോ? സ്മൃതി, EKK എന്ന കമ്പനിയാണ് ഇതിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പലതവണ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോഴും അവരോടൊക്കെ നമ്മൾ വിശദീകരണം ചോദിക്കാറുണ്ട്. പക്ഷേ അവർ ആ കാര്യത്തിൽ ആവശ്യത്തിലുള്ള ഒരു വിശദീകരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. കഴിഞ്ഞ വർഷം മണ്ണിടിഞ്ഞ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോഴും അവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്താറ്. എന്തായാലും ഈ വിഷയത്തിൽ അവരുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രതികരണം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ കല്ലാറിൽ മാത്രമല്ല സ്മൃതി, നേരുമംഗലം മുതൽ മൂന്നാർ വരെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന 100-ലധികം ഇടങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. റോഡിന് താഴ്വശത്തുള്ള ആളുകളെല്ലാം തന്നെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് പലപ്പോഴും മാറുകയാണ് ചെയ്യുന്നത്. ഇന്നലെ 2:45 മുതൽ 3:40 വരെ 50 മിനിറ്റ് മഴ പെയ്തപ്പോൾ അടിമാലി ടൗൺ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഉപജീവന മാർഗം കട ഉൾപ്പെടെ നടത്തി ഉപജീവന മാർഗം നടത്തുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇന്നലെ 50 മിനിറ്റ് പെയ്ത മഴയിൽ മാത്രം അടിമാലിയിൽ മാത്രം ഉണ്ടായത്. അതിന് സമാനമായിട്ടുള്ള അവസ്ഥയുണ്ട്. ഈ ദേശീയപാത അതോറിറ്റിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് അവിടെയുള്ള ഈ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീടും സ്ഥലവും ഉപയോഗിച്ചുകൊണ്ട് മറ്റിടങ്ങളിൽ വാടകയ്ക്ക് പോകുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് ഈ നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പറയുന്നത്. കേവലം തുടർച്ചയായി മഴ ഉണ്ടായില്ലെങ്കിൽ കൂടി അരമണിക്കൂറോ 1 മണിക്കൂറോ പെയ്യുന്ന മഴയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. മണ്ണിടിച്ചിൽ മാത്രമല്ല, മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെടുന്നതും ഇപ്പോൾ തുടർക്കഥയായി മാറുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നേരുമംഗലം മുതൽ മൂന്നാർ വരെയുള്ള പാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. സ്മൃതി, ശരി. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്.